നമുക്ക് മക്കളെ രാവിലെ പെട്ടെന്നൊരു ചപ്പാത്തി ഒരു കറി ഉണ്ടാക്കാം. കറി വെക്കാനൊന്നുമില്ലെന്നോർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തെ നമുക്ക് പെട്ടെന്നൊരു കറി തയ്യാറാക്കാം. വീട്ടിലുള്ള സാധനം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നമുക്കുണ്ടാക്കാം. അതിനായിട്ട് മീഡിയം പരുവത്തിലുള്ള ഒരു കിഴങ്ങ്, 2-3 സവാള, 2 പച്ചമുളക്, ഒരു തക്കാളി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കിഴങ്ങും സവാളയും പച്ചമുളകും കൂടെ കുക്കറിലിട്ട് നമ്മുടെ ആ വെളുത്തുള്ളിയും കൂടി ഇട്ട് അങ്ങ് വേവിക്കാൻ വെക്കും. ആദ്യം വെള്ളം വെക്കത്തില്ല കേട്ടോ. അത് വെള്ളമൊന്നും കുറച്ച് 1 സ്പൂൺ വെള്ളം വെച്ച് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളീൻ്റെ കൂടെ ഇടുന്നില്ല. ഈ സമയത്ത് നമ്മൾ ചീനിച്ചട്ടി അടുപ്പയിൽ വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 സ്പൂൺ കടുക്, 1/4 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ നമ്മൾ 2-3 ഏലയ്ക്ക, ഒരു ചെറിയ 2 കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ഇട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് നമ്മൾ ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കും. 1/2 ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടിയാണ്, പിന്നെ ഒരു 2 ചെറിയ സ്പൂൺ പിന്നെ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് മൂപ്പിക്കും. തക്കാളി വെള്ളമായ വെള്ളം നമ്മൾ ഇത് മൂത്ത് കഴിഞ്ഞിട്ട് ഇടത്തുള്ളൂ. അപ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ മൂത്ത് എല്ലാം ഉടഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുത്തിയെല്ലാം ഉടച്ചെല്ലാം കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അധികം ഇല്ലാതെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പിന്നെ സവാളയും കിഴങ്ങും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് അത് ഒന്നുകൂടെ നമ്മൾ ആ തക്കാളി വഴറ്റിയതിനകത്ത് ആ മസാലയ്ക്കകത്തിട്ട് വഴറ്റി നല്ലതുപോലെ വഴറ്റി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കുക്കർ കഴുകി വീണ്ടും അതിലെ കുക്കറിലിരിക്കുന്ന വെള്ളം ഒഴിച്ചപ്പോൾ നന്നായിട്ട് മൂത്തെല്ലാം വഴണ്ട് വന്നു. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചേക്ക് കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ചിക്കൻ പൊടിയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് എണ്ണയ്ക്കകത്തൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആ കുക്കർ കഴുകിയുള്ള ബാക്കി കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് 3 പേർക്കുള്ള കറിയാണിത് കേട്ടോ. ഇത്രയും കറി മതി. അപ്പം നമ്മുടെ ചെറിയ ഫാമിലിക്കുള്ളൊരു ചെറിയ കറി ഇവിടെ റെഡിയായി കണ്ടില്ലേ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അപ്പോൾ നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഞങ്ങൾക്ക് ഇത് അധികവും വന്നു കേട്ടോ. ഞാനധികം കൂട്ടത്തില്ല. അങ്ങനെ പിന്നെ അച്ഛന് ചപ്പാത്തി കൊടുക്കാൻ പോവാണ്. ചപ്പാത്തി എടുത്തിട്ടു അച്ഛന് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, കണ്ട അച്ഛന് വിളമ്പി കൊടുക്കുകയാണ്. അച്ഛനത് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഉണ്ടല്ലേ, ആസ്വദിക്കും. കറി എങ്ങനെയുണ്ട്? സൂപ്പർ. ശരി വളരെ കുറച്ച് സാധനം ഉപയോഗിച്ച് ചെയ്താൽ പെട്ടെന്ന്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ മക്കളെ.